പഴയ കുന്നക്കുരുടി എന്ന നവമാധ്യമ വേദിയിൽ ഞാൻ കേട്ടത് നിങ്ങളോട് എന്ന ധ്യാനചിന്ത പരിപാടിയിലേക്ക് സ്വാഗതം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി യോശുവ 14 വാക്യം വായിക്കാം. യോശുവ 14 വാക്യം. അങ്ങനെ ഹെബ്രോൻ ഇന്നുവരെ കെനീസ്യനായ യെഫുന്നെയുടെ മകൻ കാലേബിന് അവകാശമായിരിക്കുന്നു. അവൻ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് തന്നെ. ഈ വാക്യങ്ങളിൽ നാം കാണുന്നത് ദൈവത്തോട് പൂർണ്ണമായി പറ്റി നിന്ന, ദൈവത്തോട് പൂർണ്ണമായി ചേർന്നിരുന്ന കാലേബിനെയാണ്. പൂർണ്ണ സമർപ്പണത്തോടെ, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുവാൻ കാലേബിന് സാധിച്ചു. സംഖ്യാപുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, ദൈവകൽപ്പന പ്രകാരം കാനാൻ ദേശം ഉറ്റുനോക്കുവാൻ 12 പേരടങ്ങിയ ഒരു സംഘം പോവുകയാണ്. അതിൽ ഒരാളായിരുന്നു കാലേബ്. അതിൽ 10 പേർ മടങ്ങിവെന്ന് പറയുകയാണ്, ബലവാന്മാരും യുദ്ധവീരരും ഉറപ്പുള്ള പട്ടണങ്ങളിൽ പാർക്കുന്നവരുമായ കനാന്യരെ ജയിക്കുവാൻ പുറപ്പെടുന്നത് അത്യന്തം വിനാശകരമായ കാര്യമാണ് എന്ന്. ഈ ജനത്തിൻ്റെ നേരെ ചെല്ലുവാൻ നമുക്ക് കഴിയില്ല എന്ന് 10 പേർ പറയുകയാണ്. എന്നാൽ കാലേബും യോശുവയും ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചു. നാം ചെന്ന് അത് കൈവശമാക്കുക, ദേശം ജയിപ്പാൻ നമുക്ക് കഴിയുമെന്ന് കാലേബ് പറയുകയാണ്. കാലേബും യോശുവയും ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവം നമ്മോട് കൂടെയുണ്ട് എങ്കിൽ നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാലേബ് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം യോസെഫിനെ കുറിച്ച് ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, ദൈവം യോസെഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി, അവൻ്റെ പ്രവൃത്തികൾ സാധിച്ചു. തൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് ദൈവമാണെന്നും ദൈവം അവനോട് കൂടെയുണ്ട് എന്ന ഉറപ്പും യോസെഫിനുണ്ടായിരുന്നു. മിസ്രൈമിൽ അടിമയായി പോയിരുന്ന യോസെഫിനെ ദൈവം ഉയർത്തി രാജ്യത്തിലെ പ്രധാനിയാക്കി വെച്ചു. ദൈവത്തോട് ചേർന്നിരിക്കുന്നവരെ ദൈവം ഉയർത്തും. അതുമാത്രമല്ല, കാലേബിനെ കുറിച്ച് നാം കാണുന്നത്, കാലേബ് ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് ജീവിച്ച ദൈവദാസനായിരുന്നു. കർത്താവിനെ പൂർണ്ണമായി വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് കർത്താവിനോട് ചേർന്ന് ഇരിക്കുവാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ കർത്താവിനെ പൂർണ്ണമായി പറ്റി നിന്ന് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നാം കാണുന്നുണ്ട്, കാലേബ് ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചു. എബ്രായ ലേഖനത്തിൽ അതിൻ്റെ 11-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. ഒരു ഭക്തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിശ്വാസം. വിശ്വാസവീരന്മാരുടെ നീണ്ട നിര നമുക്ക് 11-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. കഷ്ടതയുടെ നടുവിൽ വിശ്വാസം മുറുകെ പിടിച്ചവർ, പ്രാണനെ നൽകി വിശ്വാസം മുറുകെ പിടിച്ചവർ, ഇവരെല്ലാം നമുക്ക് അനുകരണീയമായ മാതൃകയാണ്. കാലേബ് ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിച്ചു. ഇയ്യോബിനെ കുറിച്ച് നാം കാണുന്നുണ്ടല്ലോ, ഇയ്യോബിൻ്റെ നല്ല കാലത്തും തൻ്റെ കഷ്ടകാലത്തും ദൈവത്തെ മുറുകെ പിടിച്ച് ജീവിച്ച ദേവദാസനായിരുന്നു ഇയ്യോബ്. നമുക്ക് കാണാൻ സാധിക്കും, ഇയ്യോബിൻ്റെ ജീവിതത്തെ നമുക്ക് 3 തിരിച്ച് പഠിക്കാൻ സാധിക്കും. തൻ്റെ നല്ല കാലം, തൻ്റെ സമ്പത്തും തൻ്റെ മക്കളും എല്ലാം കൂടെ ഉണ്ടായിരുന്ന തൻ്റെ നല്ല കാലം. പിന്നെ തൻ്റെ ജീവിതത്തിലെ പരീക്ഷണകാലം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തൻ്റെ ജീവിതത്തിലെ തൻ്റെ മക്കളെ തനിക്ക് നഷ്ടമായി, സമ്പത്ത് നഷ്ടമായി, തൻ്റെ ഭാര്യ തന്നെ തള്ളി പറഞ്ഞു. എന്നാൽ ഇതിൻ്റെയൊക്കെ നടുവിലും ദൈവത്തെ മുറുകെ പിടിച്ച് ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് ജീവിച്ച ഇയ്യോബിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇയ്യോബിൻ്റെ സാക്ഷ്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തെ മുറുകെ പിടിച്ച് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച ഇയ്യോബിനെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണം. ഇവിടെ നാം കാണുന്നുണ്ട്, കാലേബ് ദൈവത്തിൽ സമ്പൂർണ്ണമായി സമർപ്പിച്ച് ജീവിച്ചു എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ ലക്ഷണമാണ് പൂർണ്ണമായി പറ്റി നിൽക്കുക, പൂർണ്ണമായി ചേർന്ന് നിൽക്കുക എന്നുള്ളത്. നാം അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് കാണുന്നുണ്ടല്ലോ. അപ്പോസ്തലനായ പൗലോസ് പ്രാണനെ വിലയേറിയതെണ്ണാതെ ദൈവം നൽകിയ ശുശ്രൂഷ തികയ്ക്കണമെന്ന ഒറ്റ ലക്ഷ്യത്തോടെ കർത്താവിന് വേണ്ടി മരിപ്പാനും കർത്താവിന് വേണ്ടി ബന്ധനങ്ങൾ ഏൽപ്പാനും തയ്യാറായ ഒരുക്കമുള്ള ഹൃദയത്തോടെ ജീവിച്ച, സമ്പൂർണ്ണമായി ദൈവത്തിൽ സമർപ്പിച്ച് ജീവിച്ച ദൈവദാസനായിരുന്നു അപ്പോസ്തലനായ പൗലോസ്.
ദൈവത്തെ പൂർണ്ണമായി പറ്റി നിന്ന് ജീവിച്ചാൽ, ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും, ദൈവം നമ്മെ ഉയർത്തും. ദൈവം കാലേബിനെ അനുഗ്രഹിച്ചു. ഹെബ്രോൻ കാലേബിന് അവകാശമായി കൊടുത്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 91 സങ്കീർത്തനം 14 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. ദൈവത്തോട് പറ്റിയിരിക്കുന്നവരെ ദൈവം കഷ്ടത്തിൽ നിന്ന് വിടുവിക്കും. ദൈവം അവനോട് കൂടെയിരിക്കും, ദൈവം അവനെ ഉയർത്തും എന്ന് നോക്കാൻ സാധിക്കുന്നുണ്ട്. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, അസ്രിയാവും മിശായേലും ഹനന്യാവും സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുവാൻ തയ്യാറാകാത്തത് മൂലം തീച്ചുളയിൽ തള്ളിയിട്ടപ്പോൾ ദൈവം അവരോട് കൂടിയിരുന്നു എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം 25-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു, അവർക്ക് ഒരു കേടും തട്ടിയിട്ടില്ല, 4-മത്തവൻ്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. ദൈവത്തോട് ചേർന്നിരിക്കുന്നവരുടെ കൂടെ ദൈവം കൂടെയിരിക്കും. അതുമാത്രമല്ല, കഷ്ടത്തിൽ നിന്ന് ദൈവം പിടിവയ്ക്കും. നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഉത്തമമായ അനുകരണീയമായൊരു മാതൃകയാണ് കാലേബിൻ്റെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കുന്നത്. കാലേബിൻ്റെ ജീവിതത്തിലെ 3 പ്രത്യേകതകൾ നാം കാണുന്നുണ്ട്. കാലേബ് ദൈവത്തോട് പൂർണ്ണമായി പറ്റി നിന്ന് പൂർണ്ണമായി ചേർന്ന് നിന്ന് ജീവിച്ച വ്യക്തിയാണ്. അതുമാത്രമല്ല, കാലേബ് ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ച് പൂർണ്ണമായി വിശ്വസിച്ച് ജീവിച്ച വ്യക്തിയാണ്. അതുമാത്രമല്ല, നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, കാലേബ് സമ്പൂർണ്ണമായി ദൈവത്തിൽ സമർപ്പിച്ച് ജീവിച്ച ദൈവദാസനായിരുന്നു. നാമുമായിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവത്തോട് പൂർണ്ണമായി പറ്റി നിന്ന് ദൈവകൽപ്പന പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും അനുസരിച്ച് ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് സമ്പൂർണ്ണമായി ദൈവത്തെ സമർപ്പിച്ച് ജീവിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.